ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് ചെയിൻ്റെ ഭാഗത്ത് നിന്ന് ചെയിൻ ലൂസായിട്ടുള്ളൊരു സൗണ്ട് ഉണ്ട്. അതല്ലാണ്ട് വേറെ പ്രോബ്ലം ഒന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയില്ല. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. കമ്പനി ലൈനർ കിടക്കണേ, ഒറിജിനൽ ലൈനർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ലൈനറമയ്ക്ക് ഒന്ന് ഡീറ്റെയിൽ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം കുറച്ച് ലൈൻസ് വീണിട്ടുണ്ട്. അത് നമുക്ക് നിലവിൽ അതിൻ്റെ ഹബിന് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട്. ബാക്ക് വീലിൻ്റെ റിയർ വീലിൻ്റെ ഹബിന് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് ഇതാണല്ലോ. അപ്പോൾ അത് തൽക്കാലം നമുക്കിപ്പോൾ ക്ലീൻ ചെയ്തില്ല. ശരിക്കും ഇതിനൊരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഈ കംപ്ലയിൻറ്റ് വന്നേക്കണ സ്ലീവ് മാറ്റി പുതിയ സ്ലീവ് കയറ്റാമെന്നുള്ളതാണ്. അതൊരല്പം താമസം വന്ന പരിപാടിയാണ്. അപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തിടാം, പരമാവധിയും ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുക. അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രേക്ക് ലൈനർ മാറ്റണ സമയത്ത് നമുക്ക് സമയം തന്നെ കാരണം വെച്ചാൽ ഇത് പോയി വന്നത് തൃശ്ശൂരാണ് കൊണ്ടുപോയി ചെയ്യണത്. അപ്പോൾ ഈ ഹബ്ബ് സ്ലീവും മാറ്റിയിട്ടിടാണെന്നുണ്ടെങ്കിൽ പിന്നീട് ആ ബ്രേക്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല. അതായത് ബ്രേക്ക് നല്ല പക്കയായിട്ട് നമുക്ക് പുതിയ വണ്ടിയുടെ ബ്രേക്ക് എങ്ങനെയായിരുന്നു ആ രീതിയിലേക്ക് തന്നെ ആവും കേട്ടോ. ഇതിപ്പോൾ പിടിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ചതവ് പോലെ, അതായത് കൃത്യമായിട്ട് ഇച്ചിരി ബലം കൂടുതൽ കൊടുക്കേണ്ടി വരുന്നത് ഈ ഹബ്ബിനകത്ത് ഈ സ്ക്രാച്ചസ് ഉള്ളതുകൊണ്ടാണ്. പരമാവധി അഡ്ജസ്റ്റ് ചെയ്തില്ല. അതിന് ശേഷം നമുക്ക് പിന്നീട് ചെയ്യുന്ന സമയത്ത് ഈ സമയം അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതും കൂടി സ്ലീവ് ചെയ്ത് റീസെറ്റ് ആക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് സെറ്റിങ്സിലേക്ക് വരും. ഇതിപ്പോൾ നമ്മളൊരല്പം ആ തേമാനം ഉള്ളതിൻ്റെ അനുസരിച്ചിട്ട് ഈ ക്യാമ കൂടെ ചെറുതായിട്ട് തിരിച്ചിട്ടാണ് കയറ്റിയിട്ടാണ് കേട്ടോ. പരമാവധി നമുക്ക് ഉപയോഗിക്കാം. അതിന് ശേഷം ചെയ്യുമ്പോൾ ആ രീതിയിൽ ചെയ്യണതാണ് നമുക്കൊരു ശാശ്വത പരിഹാരം. പിന്നെ ചെയിൻ ലൂസായിട്ടുണ്ട്, നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്യാം. ചെയിൻ ടൈറ്റ് ചെയ്തിട്ടൊന്ന് ഓയിലൊക്കെ കൊടുത്തൊന്ന് ക്ലിയർ ആക്കി എടുക്കുക. ഇനി മഴയത്താണ് ഏറ്റവും കൂടുതൽ ചെയിൻ കംപ്ലയിൻറ്റ് വരാം. അപ്പോൾ ഇതിപ്പോൾ നല്ല രീതിയിൽ ലൂസായിരുന്നു, നല്ല ലൂസാണ്. അതിൻ്റേതായിട്ടുള്ളൊരു അടിയാണ് കാണിക്കണം കേട്ടോ. തൽക്കാലം നമുക്ക് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് എടുക്കാം. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കുന്നത്. വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. അപ്പോൾ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്താൽ കേട്ടോ. പിന്നെ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി നമുക്ക് ഇത് ഇരിക്കുന്നത് 2024 ബാറ്ററിയാണ്. വോൾട്ട് 13.4 വരെ കിട്ടുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വാറണ്ടിയിലുള്ള ബാറ്ററിയാണ്. എന്നാൽ പോലും കൂട്ടത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു എന്നുള്ളൂ. പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ കേസ് നമ്മൾ നോക്കി, നിസ്സാര കിലോമീറ്റർ കൂടി ഓടാനുള്ളൂ. അപ്പോൾ അതല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ മാറ്റാതെ കൊണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് പിന്നെ കൊണ്ടുവരാൻ നിൽക്കണം. അപ്പോൾ കൂട്ടത്തിക്കടെ എഞ്ചിൻ ഓയിൽ കൂടി മാറ്റണമുണ്ട് കേട്ടോ. ഏകദേശം ഒരു 300 കിലോമീറ്ററിനോളൊക്കെ അടുത്താണ് ഓടാനുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ ചെയ്തുകൊണ്ടിട്ട് പിന്നെ കൊണ്ടുവന്ന് വീണ്ടും ചെയ്യാൻ നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കൂട്ടത്തിക്കടെ നമ്മൾ അതും കൂടി മാറ്റി കയറ്റണമുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ടിലത്തെയാലും ബാക്കിലത്തെയാലും ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ പാഡ് സെറ്റും കൂടി ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. ബ്രേക്ക് പാഡ് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, കുറച്ചും കൂടി ഓടാനൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത സർവീസ് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗം ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഇൻഡിക്കേഷൻ ലൈനാണ് ഈ കാണുന്ന 3 ലൈൻ. ആ ലൈനിനോട് ചേർന്ന് വന്നാൽ ആ ലൈൻ മാഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ മാറ്റണമെന്നുള്ളതാണ് അതിൻ്റെ റൂൾസ്. കാരണം അപ്പോഴത്തേക്കും ശരിക്കും ആ പ്ലേറ്റിനോട് ചേർന്ന് വരും. അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ കുഴപ്പമില്ല, ഓടിക്കോളും. നമുക്ക് അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും മാറ്റേണ്ടി വന്നേക്കും. പിന്നെ ഈ ഭാഗത്തേക്ക് സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. പ്ലഗ് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കണമുണ്ട് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല പ്ലഗ്. പിന്നെ നമുക്ക് ഇവിടെ സ്റ്റാർട്ടർ റിലേയുടെ അവിടുത്തെ ഇത് ചെറിയൊരു ലൂസ് കണ്ട് ക്ലാവ് പിടിച്ചോണം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കോൺടാക്ട് ക്ലീനർ ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ സൈലൻസറൊക്കെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഫുള്ള് തുരുമ്പായുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സൈലൻസർ കോട്ടിങ് ചെയ്യേണ്ട ടൈമൊക്കെ ആയിട്ടുണ്ട് ശരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് നല്ല രീതിയിൽ ഈ ഭാഗത്ത് നമ്മളിപ്പോൾ എങ്ങനെ ചെയ്താലും കുറച്ച് തുരുമ്പിൻ്റെ പ്രസൻസ് വരും. പക്ഷെ അത് ഈ ഭാഗത്തേക്കൊക്കെ ഉണ്ട്, ഇവിടേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കോട്ടിങ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. സൈലൻസർ കോട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 600 നമുക്ക് അതിൻ്റെ പാർട്സിൻ്റെയും അതായത് പെയിൻറ്റിൻ്റെയും ലേബറും കൂടി ഒരു ഏകദേശം 600 നമുക്ക് ചിലവ് തന്നെയുണ്ട്. അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തല്ല, നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി, നമുക്ക് അതനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. നിലവിൽ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റാം, ഓയിൽ വോൾട്ട് വാഷ് ഓറിങ് അത്രേ ഉള്ളൂ മെയിനായിട്ട് മാറ്റേണ്ടതായിട്ടുള്ളത്. പിന്നെ സൈലൻസർ കോട്ട് ചെയ്യണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ടുള്ള എസ്റ്റിമേറ്റ് പറയാം. ഞാനിപ്പോൾ അത് എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തല്ല, നോക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ.